നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ ജിഎസ്ടി 5% കുറയ്ക്കാൻ 54ാമത് ജിഎസ്ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു. ആണവോർജ്ജം, പെട്രോളിയം എന്നിവയടക്കം മേഖലകളിലെ 5 കരാറുകളിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൽക്കാലിക വീടുകളിൽ കഴിയുന്നവർക്ക് ഓണത്തിന് മുൻപ് വാടകത്തുക നൽകുമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്സിയുടെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ ജിഎസ്ടി 5% കുറയ്ക്കാൻ ഇന്നലെ ചേർന്ന 54ാമത് ജിഎസ്ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു. നിലവിൽ 12% ക്യാൻസർ മരുന്നുകളുടെ ചരക്ക് സേവന നികുതി. ക്യാൻസർ ചികിത്സയുടെ ചെലവ് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിയമപ്രകാരം രൂപീകരിച്ചതും ആദായനികുതി ഇളവ് ലഭിക്കുന്നതുമായ സർവകലാശാല ഗവേഷണ ഫണ്ടിന് ജിഎസ്ടി ഒഴിവാക്കാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഹെൽത്ത് ഇൻഷുറൻസിന് നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ റിപ്പോർട്ട് നൽകാൻ മന്ത്രിതല സംഘം രൂപീകരിക്കാനും തീരുമാനിച്ചതായി ധനമന്ത്രി പറഞ്ഞു. അടുത്ത മാസം അവസാനത്തോടെ സംഘം റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബറിൽ ചേരുന്ന യോഗം നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നഷ്ടപരിഹാര സെസിന്റെ കാര്യത്തിലും മന്ത്രിതല സംഘം രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. റിയൽ എസ്റ്റേറ്റ്, ഓൺലൈൻ ഗെയിമിംഗ്, കാസിനോകൾ എന്നിവയുടെ നികുതി നിരക്ക് പരിശോധിക്കാൻ നിയോഗിച്ച മന്ത്രിതല സംഘം സ്ഥിതിവിവര റിപ്പോർട്ട് ഇന്നലെ സമർപ്പിച്ചതായി ധനമന്ത്രി അറിയിച്ചു. കാർ സീറ്റുകളുടെ ജിഎസ്ടി 18% നിന്ന് 22% വർദ്ധിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. റെയിൽവേയുടെ എയർ കണ്ടീഷൻ യൂണിറ്റുകൾക്ക് 28% നികുതി ഏർപ്പെടുത്തും. സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പൈലറ്റ് പരിശീലന സ്ഥാപനങ്ങളെ ജിഎസ്ടിയിൽ നിന്ന് ഒഴിവാക്കി. ആണവോർജ്ജം, പെട്രോളിയം എന്നിവയടക്കം മേഖലകളിലെ 5 സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും തമ്മിൽ ദീർഘകാല എൽഎൻജി വിതരണത്തിനും ധാരണയായി. ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപര പങ്കാളിത്തത്തിൽ സമീപ വർഷങ്ങളിൽ കൈവരിച്ച ഗണ്യമായ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി. പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായ കൂടുതൽ ആളുകളെ നാമനിർദ്ദേശം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. സമൂഹത്തിന് പ്രചോദനമാകുന്ന വ്യക്തികളെ ഈ മാസം 15-നകം നാമനിർദ്ദേശം ചെയ്യാമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇതിനകം തന്നെ ഒട്ടേറെ പത്മ പുരസ്കാര നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യൻ സൈബർ ക്രൈം കോഓർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തെ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്യും. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായ സുപ്രധാന സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച് സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. സൈബർ കുറ്റകൃത്യങ്ങളും അന്വേഷണവുമായി ബന്ധപ്പെട്ട സംയുക്ത സംവിധാനം സമന്വയ ചടങ്ങിൽ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. സൈബർ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളും ഡാറ്റ പങ്കുവയ്ക്കലും മാപ്പിംഗും വിശകലനങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കിയ വെബ്സൈറ്റ് ഏകജാലക സംവിധാനമാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ ഭീഷണി നേരിടാൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക പരിശീലനം ലഭിച്ചവരെ ഉൾപ്പെടുത്തി സൈബർ കമാൻഡോസ് പരിപാടിക്കും ആഭ്യന്തരമന്ത്രി തുടക്കമിടും. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടവരുടെ സസ്പെക്ട് രജിസ്ട്രിയും അമിത്ഷാ പ്രകാശനം ചെയ്യും. ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച പാർലമെന്ററി സമിതിയുടെ ചെയർപേഴ്സണായി കേന്ദ്രമന്ത്രി അമിത്ഷായെ ഏകകണ്ഠമായി വീണ്ടും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 5 വർഷവും അമിത്ഷാ തന്നെയായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ. 2047ഓടെ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും ഇന്ത്യൻ ഭാഷയിലാക്കുകയെന്ന ദൌത്യത്തിലേക്കാണ് ഗവൺമെന്റ് മുന്നേറുന്നതെന്ന് അമിത്ഷാ പറഞ്ഞു. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം സാധ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ഔദ്യോഗിക ഭാഷാ വകുപ്പ് വികസിപ്പിച്ചു വരികയാണെന്നും അമിത്ഷാ ന്യൂഡൽഹിയിൽ പറഞ്ഞു. സിവിൽ വ്യോമയാനം സംബന്ധിച്ച 2ാമത് ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനം നാളെയും മറ്റന്നാളും ന്യൂഡൽഹിയിൽ ചേരും. പ്രാദേശിക വ്യോമയാന വളർച്ചയും സുസ്ഥിരതയുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിഞ്ചരാപ്പു റാംമോഹൻ നായിഡു ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രഥമ പി മുകുന്ദൻ സേവാ പുരസ്കാരത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തു. മികച്ച സേവന പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം അടുത്ത വെള്ളിയാഴ്ച കോഴിക്കോട്ട് വന്ദേ മുകുന്ദം പരിപാടിയിൽ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള സുരേഷ് ഗോപിക്ക് സമ്മാനിക്കും. വർഷങ്ങളായി രാഷ്ട്രീയ സാമൂഹിക സേവന രംഗങ്ങളിൽ നിറസാന്നിധ്യമായി മാറിയ വ്യക്തിയെന്ന നിലയിലാണ് സുരേഷ് ഗോപിയെ അവാർഡിന് തെരഞ്ഞെടുത്തതെന്ന് ജൂറി അംഗങ്ങൾ അറിയിച്ചു. സംസ്ഥാനത്തെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് 10 കിലോ അരി അധികമായി നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് അറിയിച്ചു.
52 ലക്ഷം കുടുംബങ്ങൾക്ക് മട്ട അരിയായിരിക്കും വിതരണം ചെയ്യുക. ബിപിഎൽ കാർഡുകാരുടെ 30 കിലോ അരിയിൽ പകുതി മട്ടയരിയായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇപ്പോൾ താൽക്കാലിക വീടുകളിൽ കഴിയുന്നവർക്ക് ഓണത്തിന് മുൻപ് വാടകത്തുക നൽകുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. 535 കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക കൈമാറാൻ വൈത്തിരി താലൂക്ക് ഓഫീസിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയതായി മന്ത്രി ചൂണ്ടേൽ സ്കൂളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ച 174 പേരുടെ പട്ടിക മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. 24 പേർ സ്വന്തം വീടുകളിലേക്ക് മാറി താമസിച്ചതായും മന്ത്രി പറഞ്ഞു. അടിയന്തര സഹായമായി നൽകുന്ന 10,000 രൂപ 931 കുടുംബങ്ങൾക്ക് ഇതിനകം കൈമാറിക്കഴിഞ്ഞു. സംസ്കാര ചടങ്ങുകൾക്ക് 173 പേർക്ക് സഹായധനം നൽകി. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഒരുക്കുന്നത് സംബന്ധിച്ച വിവരങ്ങളും താമസയോഗ്യമല്ലാത്ത വീടുകളുടെ വിശദാംശങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസിദ്ധീകരിക്കുമെന്ന് കെ രാജൻ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് കൂപ്പൺ വിതരണം നാളെ തുടങ്ങുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. അർഹരായ തൊഴിലാളികൾ റേഷൻ കാർഡും മറ്റ് തൊഴിൽ രേഖകളുമായി എത്തി നാളെ തന്നെ കൂപ്പൺ വാങ്ങേണ്ടതാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ എറണാകുളം സിറ്റിംഗ് ഉച്ചയ്ക്ക് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കമ്മീഷൻ ചെയർമാൻ എ റഷീദ് ഹർജികൾ പരിഗണിക്കും. പുതിയ പരാതികളും സ്വീകരിക്കും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിക്കുന്നതിന് തീയതി നീട്ടി. ഈ മാസം 23 വരെ ഓൺലൈനായി അപേക്ഷ നൽകാമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. നേരത്തെ ഇന്നുവരെയാണ് അപേക്ഷ നൽകാൻ സമയപരിധി നിശ്ചയിച്ചിരുന്നത്. ഓണക്കാല വിപണിയിൽ ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്താൻ ലീഗൽ മെട്രോളജി വകുപ്പ് സ്ക്വാഡ് പരിശോധന കാസർകോട് ജില്ലയിൽ ഊർജ്ജിതമാക്കി. സെപ്റ്റംബർ 7-ന് ആരംഭിച്ച പ്രത്യേക പരിശോധന 14 വരെ തുടരും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം കേൾക്കാൻ പ്രത്യേക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് ഇന്ന് ആരംഭിക്കും. ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ, സി എസ് സുധ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്സിയുടെ ആദ്യ മത്സരം ഇന്ന്. തിരുവനന്തപുരം കൊമ്പൻസിനെ അവർ വൈകിട്ട് 7-ന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നേരിടും. സന്തോഷ് ട്രോഫി കേരള ക്യാപ്റ്റൻ ജിജോ ജോസഫിന്റെ നേതൃത്വത്തിലാണ് കാലിക്കറ്റ് എഫ്സി കോഴിക്കോട്ട് ഗ്രൌണ്ടിലിറങ്ങുന്നത്. ഇന്നലെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ്സിയെ 1-നെതിരെ 2 ഗോളിന് തോൽപ്പിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെ കേരള ക്രിക്കറ്റ് ലീഗിലെ രണ്ടാം മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 5 വിക്കറ്റിനും പരാജയപ്പെടുത്തി. പമ്പാ നദിയിൽ ഈ മാസം 14-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കെ.സി. മാമനമപ്ല ട്രോഫി ഉത്രാടം തിരുനാൾ ജലമേള നിരോധിച്ചു. ഹൈക്കോടതി ഉത്തരവും സംഘർഷ സാധ്യതയും കണക്കിലെടുത്താണ് നടപടി. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ 2ാം ജയം. ചൈനയിൽ ജപ്പാനെ 1-നെതിരെ 5 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ടീം നാളെ മലേഷ്യയെ നേരിടും. ചൊവ്വാഴ്ചയാണ് ഫൈനൽ മത്സരം. സംസ്ഥാനത്തിനാവശ്യമായ പഴങ്ങളും പച്ചക്കറികളും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. അങ്കമാലിയിൽ കർഷകർക്ക് തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ മാസത്തോടെ സമഗ്ര കാർഷിക പദ്ധതി തയ്യാറാക്കണമെന്നും ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർഎസ്എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ഗൌരവമായി കാണേണ്ട കാര്യമില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു. സംഘടനകളുടെ നേതൃതലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ അവർ നേരിൽ കാണുന്നതിൽ അപാകതയില്ലെന്നും സ്പീക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണാർത്ഥം മലബാറിലെ മികച്ച പാലുൽപാദക സഹകരണ സംഘത്തിന് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് സ്പീക്കർ എ എൻ ഷംസീർ കോഴിക്കോട്ട് സമ്മാനിച്ചു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡിന് പാലക്കാട് ചപ്പക്കാട് ക്ഷീരോൽപാദക സഹകരണ സംഘമാണ് അർഹമായത്. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യാ പ്രവണത തടയുന്നതിന് അവബോധം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ലോകാരോഗ്യ സംഘടനയും ആത്മഹത്യാ പ്രതിരോധ രാജ്യാന്തര സംഘടനയും ചേർന്ന് എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ ജിഎസ്ടി 5% കുറയ്ക്കാൻ 54ാമത് ജിഎസ്ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു. ആണവോർജ്ജം, പെട്രോളിയം എന്നിവയടക്കം മേഖലകളിലെ 5 സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൽക്കാലിക വീടുകളിൽ കഴിയുന്നവർക്ക് ഓണത്തിന് മുൻപ് വാടകത്തുക നൽകുമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്സിയുടെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ